السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. സൂറത്ത് സുമർ 36-ാമത്തെ വചനം. അല്ലാഹു തആല അവൻ്റെ അടിയാന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അലീസ അല്ലാഹു പോരെ? അലൈസ അല്ലാഹു അല്ലയോ? ബികാഫിൻ മതിയാവനല്ലയോ? അബ്ദു അവൻ്റെ അടിയാന്, അതായത് അള്ളാഹുവിൻ്റെ അടിയാന് അള്ളാഹു പോരെ? യുഹവ്വിഫൂനക അവർ നിന്നെ ഭയപ്പെടുത്തുന്നു നബിയെ. അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ലാത്ത ഉസ്സ അങ്ങനെയുള്ള മറ്റുള്ള ഔലിയാക്കന്മാരോടൊക്കെ അവർ പ്രാർത്ഥിച്ചിരുന്നില്ല മക്കയിലെ മുശ്രിക്കീങ്ങൾ. അവരിൽ നിന്നും എന്തെങ്കിലും ആഫത്തുകൾ ഉണ്ടാവും, അവരൊന്നും വേണ്ട, അള്ളാഹു മാത്രം മതി ആരാധനക്കർഹനായി എന്നായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിരുന്നത്. അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ ആരാധിച്ചിരുന്നവർ, അള്ളാഹു വഴിയുള്ളവർ ആരാധിച്ചിരുന്നവർ എന്ത് ചെയ്യുന്നു? നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യുഹവ്വിഫൂനക അവർ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബില്ലദീന യാതൊരു കൂട്ടരെ കൊണ്ട്, മിന്ദൂനി അവന് പുറമേയുള്ളവരെ കൊണ്ട്, അള്ളാഹുവിന് പുറമേ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും ആഫത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? മക്കയിൽ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു ആരെങ്കിലും വഴിപ്പിക്കുകയാണെങ്കിൽ അവനെ നിർമ്മാണത്തിലാക്കുവാൻ ആരും തന്നെ ഇല്ല എന്നാണ് ഈ ആയത്തിൻ്റെ ചുരുക്ക ആശയം. അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് അല്ലാഹു തആല പല വിധത്തിന് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ആ മുശ്രിക്കുകളോടും ഉള്ള സർവ്വ ആളുകളോടും തന്നെ ആരാധിക്കാൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹു വഴിയുള്ളവർ ആരാധിച്ചുകൂടാ എന്ന് ആവർത്തിച്ച് വിവിധ രൂപത്തിലൂടെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? അധികം ആളുകളും തുടക്കത്തിൽ സ്വീകരിച്ചില്ല. അങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വിവിധ രൂപത്തിലൂടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധിക്കാൻ അള്ളാഹു മാത്രമാകുന്നു, അള്ളാഹു വഴിയുള്ളവരെ ആരാധിച്ചുകൂടാ എന്നുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ. അതുകൊണ്ട് തന്നെ ഇഹലോകത്ത് കാര്യനേട്ടങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു, നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അതേപോലെ ആരാധനകളൊക്കെ അർപ്പിച്ചിരുന്നു. അതിൻ്റെ യാതൊരു തെളിവുകളുമില്ല. പൂർവികന്മാരായ പാപ്പമാർ ചെയ്തു പോകുന്നു എന്നല്ലാതെ യാതൊരു തെളിവുമില്ല. അത് നിഷേധിച്ചുകൊണ്ട് ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിവിധ രൂപത്തിലൂടെ അള്ളാഹു തആല വിശദീകരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ചുരുക്ക രൂപമാണ് ഇവിടെ അള്ളാഹു മതി അവൻ്റെ അടിയാന് എന്നാണ് അള്ളാഹു സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വഴിയുള്ളവരോട് പ്രാർത്ഥിക്കേണ്ട, നേർച്ച അർപ്പിക്കേണ്ട, ആരാധന അർപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. യാതൊരു അടിസ്ഥാന തത്വങ്ങൾ അതിനില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് അള്ളാഹു ആവർത്തിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനകളെല്ലാം തന്നെ അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹു വഴിയുള്ളവർക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു എല്ലാ ആരാധനകളും അള്ളാഹുവിനെ അർപ്പിച്ചുകൊണ്ട് തൗഹീദോട് ജീവിച്ച് തൗഹീദോട് മരിക്കുവാൻ അള്ളാഹു നമ്മൾക്കും തൗഫീഖ് മാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സുദീർഘമായ ഒരു ഹദീസാണ്. അംർ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച എന്നെ സംബന്ധിച്ച് പറയുന്ന സുദീർഘമായ വലിയ ഹദീസ്. അതിന് ഒരു അല്പഭാഗം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ആ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ വിദൂര രാജ്യത്തു നിന്നും ഈ വിഷയം കേട്ടറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് മക്കയിൽ എത്തിക്കുകയുണ്ടായി. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണത്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹും ബിലാൽ റളിയല്ലാഹും മാത്രമാണുള്ളത്. അവർ അങ്ങനെ 3 പേരും ഒളിഞ്ഞിരിക്കുകയാണ്. ശത്രുക്കൾ ആക്രമിക്കത്തക്ക രൂപത്തിലൂടെ ഉള്ള ഒരു കാലഘട്ടം. അങ്ങനെ വളരെ രഹസ്യമായി അദ്ദേഹം എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വരികയും അങ്ങനെ ഇസ്ലാമിനെ പറ്റി ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഫഖുൽതുൽഹു മാന്ത, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാന്ത നീ ആരാകുന്നു? കാല അന നബിയും, ഞാൻ പ്രവാചകനാകുന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഒമൻ നബിയു, എന്താ നബി എന്ന് പറഞ്ഞാൽ? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസൽനി അല്ലാഹ്, എന്നെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. ഫഖുൽതു ഒബിഅയ്യി ഷൈഇൻ അർസലക, എന്ത് കാര്യത്തിനാണ് നിന്നെ അയച്ചിട്ടുള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസൽനി ബിസിലത്തിൽ അർഹാം, എന്നെ അയച്ചിട്ടുള്ളത് രക്തബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി, കുടുംബബന്ധം സ്ഥാപിക്കുവാനും, കസ്രത്തിൽ അവസാൻ ബിംബാരാധനയിൽ നിർമ്മാണം ചെയ്യുവാൻ, ഇല്ലാതാക്കുവാനും, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, ലാ യുശ്രികു ബിഹി ഷൈ, അതിനോട് യാതൊന്നും പങ്കു ചേർക്കാതെ അള്ളാഹു മാത്രം ആരാധിച്ചുകൊണ്ട്, ആരാധിക്കരൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് സ്ഥാപിക്കുവാനും വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കൊൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, അമർ ഇബ്നു അബ്സ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമ മാക അല ഹാദാ, ഈ വിശ്വാസത്തിൽ ഈ കാര്യത്തിൽ താങ്കളുടെ കൂടെ ആരാണുള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുറുൻ അബ്ദുൻ, ഒരു അടിമയും ഒരു സ്വതന്ത്രനും. അതായത് ശേഷം പറയുന്നു അത് അബൂബക്കർ ബിലാൽ, അത് അബൂബക്കർ റളിയല്ലാഹുനും ബിലാൽ റളിയല്ലാഹുനുമായിരുന്നു എന്ന്. ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മക്കയിൽ വരുന്നത്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, തുടർന്നുള്ള സംഭാഷണങ്ങൾ സുദീർഘമാണ്, വളരെ സുദീർഘമായ ഹദീസാണ് ഇത്. ഏതായാലും ശരി, വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത് തൗഹീദ് എൻ്റെ പ്രാധാന്യം. അതിനെ മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടം ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ആണ് അംർ ഇബ്നു അബ്സ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വളരെ വിദൂര രാജ്യത്ത് നിന്ന് വരികയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തിയ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞത്. അത് എന്തിനാണ് താങ്കൾ അയച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ, ഒന്ന് കുടുംബബന്ധം സ്ഥാപിക്കുവാനും, പിന്നെ വളരെ പ്രധാനമായിട്ട് ഒന്നാമതായി പറഞ്ഞ് എന്തിന് ഈ ഷൈൻ അർസലക്കാൻ ചോദിച്ചപ്പോൾ കാല അർസലമി സിലത്തിൽ അർഹാം, കുടുംബബന്ധം സ്ഥാപിക്കുക. അടുത്ത ബന്ധക്കാരായ ആളുകളായിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, വളരെ സ്നേഹത്തോടും ഒരുമയിൽ നിൽക്കും. അമ്മ വാപ്പന്മാർ, അതേപോലെ അടുത്ത രക്തബന്ധമുള്ള ആളുകളുമായി, അതാണ് ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് കസ്രത്ത് അവസാൻ, ബ്രഹ്മാരാധനയിൽ നിന്ന് നിർമ്മാണം ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. എന്നിട്ടോ യുഹദുല്ലാഹ് ലാ യുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. കുടുംബബന്ധം സ്ഥാപിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. പലപ്പോഴായിട്ട് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാവാപ്പന്മാരോട് എന്ത് ചെയ്യുക, നല്ല നിലയ്ക്ക് പെരുമാറണം എന്നുള്ളത് പല രൂപത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഖുർആനിലൂടെ ഹദീസിലൂടെ ഒക്കെ തന്നെ പറഞ്ഞ കാര്യമാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ എടുക്കുക. തൗഹീദ് ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളുമായി, അതേപോലെ അടുത്ത കുടുംബങ്ങളുമായി നല്ല നിലയ്ക്ക് നിൽക്കുക എന്നുള്ള കാര്യം. ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ വിശദമായി പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കണം, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ്. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا ولم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.